يا حامل القرآن قد خصك الرحمن بالفضل والتيجان. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم وبارك على رسوله الأمين وعلى آله وصحابه المتبعين صلاة وسلاما دائمين متلازمين في كل وقت وحين. മുത്തഫരിദ് സബക്ക് നമ്പർ 4. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഈമാനു, ഈമാൻ എന്നാൽ, ഈമാൻ കാര്യങ്ങൾ, അൻ തുഅ്മിന, നീ വിശ്വസിക്കലാണ്, ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ടും, ഒ മലായികത്തിഹി, അള്ളാഹുവിൻ്റെ മലക്കുകളെ കൊണ്ടും, ഒ കുത്തുബിഹി, അള്ളാഹുവിൻ്റെ കിതാബുകളെ കൊണ്ടും, ഒ റുസുലിഹി, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കൊണ്ടും, വൽ യൗമിൽ ആഖിരി, അവസാന നാളുകൊണ്ടും, വൽ ഖദരി, ഖദർ കൊണ്ടും, അഥവാ ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്നും നീ വിശ്വസിക്കലാണ്. ഒതുഉമിന ബിൽ ജന്നത്തി, സ്വർഗം കൊണ്ടും നീ വിശ്വസിക്കൽ. ഒതുഉമിന ബിന്നാരി, നരകം കൊണ്ടും നീ വിശ്വസിക്കൽ. ഒതുഉമിന ബിൽ മീസാനി, മീസാൻ എന്ന തുലാസ് കൊണ്ടും നീ വിശ്വസിക്കൽ. ഒതുഉമിന ബിൽ ബഅസി, പുനർജന്മം കൊണ്ടും നീ വിശ്വസിക്കൽ. ബഅദൽ മൗത്തി, മരണത്തിന് ശേഷം. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാനിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഈമാൻ എന്നാൽ എന്ത് എന്ന്. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നീ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു ഒരുവനാണ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യൻ ഇല്ല എന്നും, എല്ലാം സൃഷ്ടിച്ചത്, അവയെ പരിപാലിക്കുന്നത്, അവയെല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്നും വിശ്വസിക്കണം. രണ്ടാമത് പറയുന്നത്, അള്ളാഹുവിൻ്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുന്നത്, മലക്കുകൾ ഉണ്ട് എന്നും, അവരെ പ്രകാശത്താലാണ് സൃഷ്ടിക്കപ്പെട്ടത്, അവർ പുരുഷന്മാരോ സ്ത്രീകളോ അല്ല, അവർക്ക് ഉറക്കവും ക്ഷീണവും ഇല്ല, അവർ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം സദാസമയവും അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നും വിശ്വസിക്കൽ. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിൻ്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ കിതാബുകൾ, അള്ളാഹുവിൻ്റെ 4 കിതാബുകളുണ്ട് എന്നും, അതല്ലാത്ത ഏടുകളുണ്ട് എന്നും, അവയെല്ലാം അള്ളാഹുവാണ് ഇറക്കിയത് എന്നും വിശ്വസിക്കൽ. പരിശുദ്ധ ഖുർആൻ ഷരീഫിന് മുമ്പ് തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ ഇങ്ങനെയുള്ള കിതാബുകളുണ്ട് എന്നും, അവസാനം ഇറക്കപ്പെട്ടത് പരിശുദ്ധ ഖുർആൻ ഷരീഫാണ് എന്നും, ആ ഖുർആൻ ഷരീഫ് അന്ത്യനാൾ വരെ നിലനിൽക്കുന്നു എന്നും എല്ലാം വിശ്വസിക്കൽ. നാലാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നു, നീ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കൽ.
അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി, സത്യമായ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ഒരുപാട് 1,00,000-ലേറെ അംബിയ മുർസലുകളെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന്. അതിൽ ആദ്യത്തവർ ആദം നബി അലൈഹിസ്സലാമും അവസാനം വന്നവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നും വിശ്വസിക്കൽ. അതിൽ 5-ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ അവസാന നാളുകൊണ്ട് വിശ്വസിക്കൽ. ഈ ലോകമെല്ലാം, നാം കാണുന്ന ഈ ലോകം, അത് മുഴുവനും നശിക്കും. എല്ലാവരും മരണപ്പെടാനുണ്ട്. ആകാശവും ഭൂമിയും എല്ലാം നശിച്ചു പോകും. ഇതാണ് അവസാന നാൾ. അതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ അരികിലേക്ക് മഅ്ശറയിൽ നന്മയും തിന്മയും ചോദ്യം ചെയ്യാൻ വേണ്ടി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നത് എന്നുമെല്ലാം വിശ്വസിക്കൽ. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖദർ കൊണ്ട് വിശ്വസിക്കൽ. ഖദർ എന്നാൽ നന്മയും തിന്മയും എല്ലാം ഉണ്ടാകുന്നത് അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കണം. നന്മയുണ്ടാകുന്നതും അള്ളാഹുവിൻ്റെ മുൻനിശ്ചയപ്രകാരമാണ്, തിന്മയുണ്ടാകുന്നതും അള്ളാഹുവിൻ്റെ മുൻനിശ്ചയപ്രകാരമാണ്. എല്ലാം അള്ളാഹുവിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നെല്ലാം വിശ്വസിക്കൽ. അതിനുശേഷം പറയുന്നു, നീ സ്വർഗം കൊണ്ട് വിശ്വസിക്കണം. സ്വർഗമുണ്ട് എന്നും അത് മുത്തഖീങ്ങൾക്കാണ് ഒരുക്കപ്പെട്ടത് എന്നും, അതുപോലെ നരകവും അത് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിന് എതിര് പ്രവർത്തിച്ചവർക്കാണ് അത് ഒരുക്കപ്പെട്ടത് എന്നും. വതുഅ്മിന ബിൽ മീസാനി, മീസാൻ എന്ന തുലാസ് കൊണ്ട് വിശ്വസിക്കൽ എന്ന് പറഞ്ഞാൽ, നാം ഇവിടെ ചെയ്യുന്ന നന്മയും തിന്മയുമായ കാര്യങ്ങൾ നാളെ മീസാൻ എന്ന ആ തട്ടിൽ, തുലാസിൽ തൂക്കി ഏതാണ് മുൻതൂക്കമുള്ളത് എന്നും ഏതാണ് ഘനം കൂടിയത് എന്ന്, നന്മയാണോ ഘനം കൂടിയത് അല്ല തിന്മയാണോ ഘനം കൂടിയത് എന്ന് നോക്കാൻ അവിടെയുള്ളതായ ഒരു തുലാസുണ്ട്. അതിൽ നന്മയും തിന്മയും തൂക്കപ്പെടും എന്ന് വിശ്വസിക്കൽ. വതുഅ്മിന ബിൽ ബഅസി ബഅദൽ മൗതി, മരണത്തിന് ശേഷം ഒരു പുനർജന്മമുണ്ട് എന്നും വിശ്വസിക്കൽ. അഥവാ നാം എല്ലാവരും മരിച്ചാൽ വീണ്ടും നമ്മെ ഹയാത്താക്കാനുണ്ട്, പുനർജന്മം നമുക്കുണ്ട്, എല്ലാ ജനങ്ങളും വീണ്ടും ഹയാത്താവാനുണ്ട്. എന്നിട്ട് അവസാനം മഅ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂടാനുണ്ട് എന്നുമെല്ലാം വിശ്വസിക്കൽ. ഇതാണ് ഈമാൻ. ഈ കാര്യങ്ങളെല്ലാം വിശ്വസിക്കലാണ് ഈമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് തുടരും. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.